കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൽഫ്രഡ് മാർഷൽ കാർ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ ഒരു കാർ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോൾ എങ്ങനെ നമുക്ക് പഠിച്ചു നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആൽഫ്രഡ് എന്നുള്ളത് ഒരു ഫോർഡ് കാർ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഫോർഡ് കാർ ഒക്കെ ഒരാൾ ഫോർഡ് കാർ വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നു, ഒരു ഉപഭോക്താവ് വന്നു എന്നുള്ളത് നമുക്കിതൊക്കെ ഉപഭോക്താക്കൾ കൺസ്യൂമറുമായിട്ട് റിലേറ്റ് ചെയ്താൽ പഠിക്കണം. അപ്പോൾ ഒരു ഉപഭോക്താവ് ഒരു ഫോർഡ് കാർ വാങ്ങാൻ അദ്ദേഹം വന്നു. അപ്പോൾ ഈ ഫോർഡ് എന്നുള്ളത് ഫ്രഡ് ആയിട്ടെങ്കിലും എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. ആൽഫ്രഡ് മാർഷൽ കാർഡിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഈ കാർഡിനൽ എന്നുള്ളത് ഇനിയിപ്പോ ക്രമമാണോ സംഖ്യാനമാണോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ വരാം. അപ്പൊ നമ്മൾ ശരിക്കും പഠിച്ചു നോക്കണം. അപ്പോൾ കാർഡിനൽ എന്ന് പറഞ്ഞാൽ പരിമാണം, അവിടെയുള്ള സംഖ്യാന ഉപയുക്തത സമീപനം കാർഡിനലിന്റെ മലയാളമാണ്. അപ്പൊ അത് അങ്ങനെ പഠിച്ചു നോക്കുക. പരിമാണ ഉപയുക്തത സമീപനമാണ് ഇത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. എന്നാൽ പഠിക്കാൻ സുഖം ഓർഡിനൽ നിങ്ങൾ നോക്കൂ. ഓർഡിനൽ യൂട്ടിലിറ്റി, ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രമമാണ് അല്ലെ, അല്ലെങ്കിൽ സ്ഥാനീയ ഉപയുക്തത സമീപനം. അപ്പൊ നമ്മൾ ഈ ഒരു ഫോർഡ് കാറ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ്രഡ് മാർഷൽ ആ കാർഡിനൽ യൂട്ടിലിറ്റി ആൽഫ്രഡൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നോക്കുക. ഇനി JR ഹിക്സും RGD അലനുമാണ് ഇത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന സമീപനം കൊണ്ടുവന്നത് അല്ലെ. ഇതിപ്പോ പഠിച്ചു നോക്കാൻ. ഇതേപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ഹുക്കുകളിലായിട്ട്, ഇപ്പൊ ഹിക്സ് എന്നുള്ളത് ഹുക്കുകളിലായിട്ട് എന്ത് ചെയ്യണം, നല്ല ക്രമത്തിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രമത്തിൽ അതിങ്ങനെ അലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അതൊന്ന് കണക്ട് ചെയ്യുക. എങ്ങനെ കണക്ട് ചെയ്യുക? അപ്പോൾ ഹുക്ക് എന്നുള്ളത് ഹിക്സ് ആയിട്ട് കണക്ട് ചെയ്യുക. സാധനങ്ങളൊക്കെ ക്രമത്തിൽ ഓർഡിനലായിട്ട് അതിന് കൃത്യമായ സ്ഥാനമായിട്ട് കറക്റ്റ് അത് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരൊറ്റ സാധനം നിങ്ങളത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പൊ സാധനങ്ങളൊക്കെ ഹുക്കിൽ എന്ത് ചെയ്യുന്നത്, നല്ല ക്രമത്തിൽ നല്ല സ്ഥാനം ക്രമീകരിച്ചുകൊണ്ട് ഓർഡിനലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതൊക്കെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ ചിലപ്പോൾ കാഴ്ചകളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യത്തത് ഒരു കൺസ്യൂമർ ഒരു ഫോർഡ് കാർ വാങ്ങാൻ വന്നു. ആൽഫ്രഡ് മാർഷൽ ഏതാണ്, സംഖ്യാന ഉപയുക്തത സമീപനം. ഇനി ഹിക്സ് JR ഹിക്സ് RGD അലൻ ഏതാണ്, ക്രമ ഉപയുക്ത സമീപനം. അങ്ങനെ കണക്ട് ചെയ്യാം. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ നല്ല ക്രമത്തിൽ അല്ലെങ്കിൽ ഓർഡിനലായിട്ട് നല്ല ഓർഡർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങളൊക്കെ ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹുക്സിൽ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹിക്സ് അലൻ ക്രമ ഉപയുക്ത സമീപനം. നമുക്ക് റിവ്യൂ പ്രിഫറൻസ് സമീപനം. ഇതൊക്കെ എത്ര ആലോചിച്ചിട്ട് ഇപ്പൊ എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഒരു കൺസ്യൂമർ ഇപ്പോൾ ഇതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ അവിടെ ടീ ഷോപ്പും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ചായ കുടിക്കാൻ നേരത്തെ അദ്ദേഹം സമൂസ പ്രിഫറൻസ് ചെയ്തു എന്ന് പറയാം അല്ലെ. സമൂസ പ്രിഫറൻസ് ചെയ്തു. അപ്പോൾ അവിടെ സമൂസയിലെ സാമുവൽസനും പ്രിഫറൻസ് റിവ്യൂ പ്രിഫറൻസ് സമീപനം.